നമസ്കാരം. ടുഡേ മലപ്പുറത്തിലേക്ക് സ്വാഗതം. വേങ്ങര കുരിയാട് സർവീസ് സെന്ററിന് സമീപത്തെ പറമ്പിൽ തമിഴ്നാട് സ്വദേശിയെ മരിച്ച നിലയിൽ കാണപ്പെട്ടു. മൃതദേഹം തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലിയോറ പുത്തനങ്ങാടി താമസക്കാരനായ ശിവലിംഗം എന്ന ആളാണ് മരണപ്പെട്ടത്. പെരിന്തൽമണ്ണയിൽ 11 വയസ്സുകാരിയെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ 40-കാരൻ 80 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും. തായേക്കോട് കാപ്പുപറമ്പ് കോടമ്പി വീട്ടിൽ മുഹമ്മദ് ആഷിഖിനെയാണ് പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജ് എസ് സൂരജ് ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 1.5 വർഷം അധിക തടവും അനുഭവിക്കണം. ചങ്ങരംകുളത്ത് സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം മേലെ മാന്തടത്ത് ബൈക്കിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ അത്തർക്കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ബൈക്കിൽ യാത്ര ചെയ്ത കുറ്റിപ്പുറം സ്വദേശികളായ ആബിദ്, റംഷാദ്, കാർ ഓടിച്ച തൃശൂർ സ്വദേശിയായ ഉല്ലാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കരുവാരംകുണ്ട് കുട്ടത്തിയിലെ തടിമില്ലിൽ വൻ തീപിടുത്തത്തെ തുടർന്ന് കോടികളുടെ നഷ്ടം. വ്യാഴാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. പെരിന്തൽമണ്ണയിൽ നിന്നും തിരുവാലിൽ നിന്നുമായി 5 ഫയർ സർവീസ് യൂണിറ്റുകളും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. നൂണക്കട എടംപാടം കോൾപ്പടയിൽ ബണ്ട് താഴ്ന്നു. ചൊവ്വാഴ്ച രാത്രിയാണ് ഇവിടെ ബണ്ടിടിഞ്ഞത്. KLDCയുടെ നേതൃത്വത്തിൽ ബണ്ട് ബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിർമ്മാണ പ്രവൃത്തികൾ നടന്നിരുന്നു. 3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ പഴയ ബണ്ടിന് മുകളിൽ ചുവന്ന മണ്ണിട്ട് ഉയർത്തിയത്. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ദേശീയപാതയ്ക്കായി ഭൂമി ഏറ്റെടുത്തതിൽ നഷ്ടപരിഹാര വിതരണം 87% പൂർത്തിയായി. ജില്ലയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ 1986.64 കോടി രൂപയാണ് അനുവദിച്ചത്. ഇതിൽ 1700 കോടി രൂപയും വിതരണം ചെയ്തു. പാലക്കാടിനെ പിന്നിലാക്കി മലപ്പുറത്തെ ചൂട്. കേരളത്തിലെ ജില്ലകൾ വേർതിരിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയ ഗ്രാഫിൽ പാലക്കാടിനേക്കാൾ ചൂട് മലപ്പുറത്താണെന്നാണ് രേഖപ്പെടുത്തിയത്.